ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലൗസ് ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് കുർത്തി ഡിസൈൻ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്കൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടായാലും ഒരു ട്രഡീഷണൽ ലുക്ക് തരാൻ വേണ്ടിയിട്ടായാലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ഡിസൈനാണെന്ന് കാണിക്കുന്നത്. സെറ്റ് സാരിയുടെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ബിഗിനേഴ്സിനൊക്കെ ആയാലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ സ്ലീവ് ഒന്ന് പിരുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. സ്ലീവിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ വരയ്ക്കാനും സിമ്പിളാണ്, ചെയ്യാനും സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ ബോട്ടം, അത് താഴത്തേക്കായിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അവിടുന്ന് മുകളിലോട്ടാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. എന്നിട്ട് ആ ഡിസൈൻ എന്ന് പറയുമ്പോൾ സെൻറ്ററിലായിട്ടൊരു ലൈൻ വരുന്നു. അതിൽ രണ്ട് സൈഡ് വീതം ലീഫാണ് വരുന്നത്. തൊട്ട് രണ്ട് സൈഡും ലൈൻസാണ് വരുന്നത്. അതായത് ആ സെൻറ്ററിൽ വരച്ചതിനേക്കാളും ചെറിയ ലൈൻസാണ് രണ്ട് സൈഡിൽ വരുന്നത്. വീണ്ടും അടുത്ത രണ്ട് ലൈൻസ് വന്നിട്ട് അതിൽ ലീവ്സാണ് വരുന്നത്. അത് നമ്മൾ രണ്ടാമത് വരച്ച ലൈനിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ലൈൻ വരുന്നത്, അതായത് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന സെൻറ്ററിലായിട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈൻ നല്ല ലെങ്ത്തിൽ വരച്ചിട്ട് പിന്നെ കുറഞ്ഞിട്ടാണ് രണ്ട് സൈഡിലായിട്ടും വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും ലൈൻസ് ഒരുപോലെ തന്നെ നമ്മൾ അതായത് നമ്മളിപ്പോൾ ഇടത് സൈഡിൽ വരച്ചു കൊടുക്കുന്ന അതേ ലൈൻ തന്നെ നമുക്ക് അതേ അളവിൽ തന്നെ വലത് സൈഡിലും വരച്ചു കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് കട്ട് ബീഡ്സ് ആണ്. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ്റെ വേണമെങ്കിലും അല്ലെങ്കിൽ മൾട്ടിപ്പിളൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. ഞാനിവിടെ ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ തന്നെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. ഈ ഒരു കട്ട് ബീഡ്സ്, ഗോൾഡൻ്റെ തന്നെ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷമാണ് ഡിസൈൻ ചെയ്യുന്നത്. മെറ്റീരിയലിൽ വരയ്ക്കുന്ന സമയത്ത് അത് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മായ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിന്നായിട്ട് വരച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളടുത്ത്, തിന്നായിട്ട് വേണം മെറ്റീരിയലിൽ വരയ്ക്കുമ്പോൾ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു വരകൾ മായ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തിന്നായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിയുന്ന ടൈമിൽ തന്നെ തനിയെ മാഞ്ഞ് പൊക്കോളും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ലീഫ് വരച്ചു കൊടുത്ത ലൈനില്ലേ, അതായത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ ലീഫ് വരച്ചു കൊടുത്ത ലൈനിലായിട്ട് ബേസ് നമ്മൾ ആ ഒരു ലൈനിൽ ഷുഗർ ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത് ഗോൾഡൻ്റെ. നമ്മളിവിടെ നീഡിലെടുത്തിരിക്കുന്നത്
എടുത്തിരിക്കുന്നത് 12 ആണ്. ത്രെഡ് എടുത്തേക്കുന്നത് നമ്മുടെ നോർമൽ സ്വിങ് ത്രെഡാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കളറാണോ മെറ്റീരിയൽ എടുക്കുന്നത് അതേ കളർ തന്നെ ത്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തി, അതായത് കുർത്തി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്ലൗസ് അല്ലേ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ആ ഒരു സ്ലീവ് മൊത്തം പിരുത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ നൂല് കയറി തട്ടോ അങ്ങനെ ഒന്നുമില്ല, ഇറിറ്റേഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ബ്ലൗസിൻ്റെ സ്ലീവിലായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ലീഫിൽ, അതായത് ഈ ഒരു ലൈനിൽ നമ്മൾ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്കിങ്ങനെ ലീഫിൻ്റെ അവിടെയായിട്ട് നമുക്കിങ്ങനെ 3 കട്ട് ബീഡ്സ് വീതം ചരിച്ച് വെച്ച് കൊടുക്കുന്ന ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മറ്റേ ടൈപ്പ് ഓഫ് ലീഫില്ലേ, അതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി പ്ലെയിൻ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈനിൽ നമ്മൾ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത്. ഓരോ കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് ഇതിൽ പ്ലെയിൻ ആയിട്ട് വരച്ചിരിക്കുന്ന ലൈൻസിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ബാക്കി നമ്മൾ ലീഫ് വരച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈനിൽ കട്ട് ബീഡ്സ്, അതായത് ഗോൾഡൻ്റെ കട്ട് ബീഡ്സും ഗോൾഡൻ്റെ തന്നെ ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലൈനിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടെടുത്തു ആൻറ്റിക്കിൻ്റെ. മറ്റേ ലൈനിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചെടുത്തതിന് ശേഷം പിന്നെ ലീഫാണ് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ തന്നെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മതി ഡിയേഴ്സ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്